കുറെ രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാകും. ചിലപ്പോൾ രക്ഷിതാക്കൾ ചിലപ്പോൾ നിലവിൽ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്ന രക്ഷിതാക്കളായിരിക്കില്ല, നിങ്ങളുടെ മക്കളുടെ മക്കളോ ബന്ധുക്കളൊക്കെ പഠിക്കുന്നുണ്ടാവും. നമ്മുടെ മദ്രസയെ കുറിച്ചാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ഞാൻ എന്റെ മോളെ സ്കൂളിൽ ചേർക്കാൻ പോയി പഠിച്ചു. അപ്പൊ എനിക്ക് അവിടുന്ന് നോട്ടീസ് തന്നു. ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉള്ള സ്കൂളാണ്. പഠിക്കാൻ ചേർക്കാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി പോയതാ. നോട്ടീസ് ഒന്നും എന്റെ കയ്യിൽ. അപ്പൊ അതിലിങ്ങനെ കുറെ പ്രത്യേകതകൾ എഴുതിയ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അഡീഷണൽ മോറൽ സ്റ്റഡി. എന്തായിരിക്കണേ? അഡീഷണൽ മോറൽ സ്റ്റഡി എന്ന് വെച്ചാൽ അഡീഷണൽ എന്നാണ് എന്താ, നിലവിൽ അതിനേക്കാൾ കൂട്ടിക്കൊടുക്കുന്ന മോറൽ സ്റ്റഡി, ധാർമ്മിക വിദ്യാഭ്യാസം നടത്തും. എന്ന് വെച്ചാൽ കുട്ടിക്ക് മതപരമായ വിദ്യാഭ്യാസം കൂടി അവർ കൊടുക്കുന്നുണ്ട് എന്നാണ് നോട്ടീസിലുള്ളത്. അപ്പൊ ഞാൻ അവിടുത്തെ പ്രധാന അധ്യാപകനോട് ചോദിച്ചു, എന്താ ഈ അഡീഷണൽ മോറൽ സ്റ്റഡി എന്ന് പറഞ്ഞ കുന്ത്രാണ്ട എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞ്, അതൊന്നുമില്ല ഉസ്താദേ, സ്കൂളിലെ ആദ്യത്തെ ബസ് 9:10 ഗ്രൗണ്ടിലെത്തും. രണ്ടാമത്തെ ട്രിപ്പ് 9:50 ഗ്രൗണ്ടിലെത്തുക. 9:10 വന്ന കുട്ടികള് മുറ്റത്ത് മുഴുവൻ ഓടിക്കളിച്ച് വിയർത്ത് കുളിച്ച് അവരുടെ കളസവും കോബീനും ഒക്കെ വൃത്തികേടാക്കും. കളസവും കോബീനും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ടൈയും നിക്കറൊക്കെ അതാകെ കൊളാക്കും. അതുകൊണ്ട് അവരെ ഒതുക്കി നിർത്താനുള്ള ഒരു പരിപാടിയാണ് ഈ അഡീഷണൽ മോറൽ സ്റ്റഡി. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നമ്മളിപ്പോ ഒരു മൂല്യരൊക്കെ ആവേണ്ടത് സംഭവം നടക്കണ്ടെന്ന് നമ്മൾ പിന്നെ ആലോചിച്ചിട്ടായിരിക്കും. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് ഇപ്പൊ ഇതാണ്. എന്ന് വെച്ചാൽ ഭയങ്കര പരസ്യങ്ങളാണ്. ഈ പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഗോൾഗേറ്റ് വാങ്ങണതും ഗോൾഗേറ്റ് വാങ്ങാതിരിക്കണതും, അജിമിന്റെ പുട്ടുപൊടിനെ മാത്രം തെരഞ്ഞു വാങ്ങണത്, പിന്നെന്തൊക്കെയാണ് കുറെ സാധനങ്ങളുണ്ട്, സാമ്പാർ പൊടിയൊക്കെ ഉണ്ടല്ലോ. നമ്മള് പ്രത്യേക ബ്രാൻഡ് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ പരസ്യം കണ്ടിട്ടാണ്. വിശദീകരിക്കണില്ല. അപ്പോ ഈ പരസ്യം കാര്യമായിട്ട് നടക്കുക, ഉള്ളിലൊന്നുമില്ലാത്ത വിദ്യാഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോ ഇപ്പൊ നമ്മുടെ മദ്രസകൾ, ഈ മദ്രസ മാത്രമല്ല മൊത്തം മദ്രസകൾ, സ്കൂളിലേക്കുള്ള ബസിന്റെ ടൈമിംഗ് ശരിയാക്കുന്ന ഒരു ബസ് സ്റ്റോപ്പായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് മുതിർന്ന ക്ലാസ്സുകളാകുമ്പോൾ അത് കൂടുതൽ ബോധ്യപ്പെടും. ഇവിടെ 7 വരെയുള്ളൂ, അതുകൊണ്ട് വല്ലാതെ ബോധ്യപ്പെടലില്ല. പിന്നെ വല്ലാതെ ബോധ്യപ്പെടാൻ നമ്മൾ സമ്മതിക്കലുമില്ല. അങ്ങനെ 2 നിലക്കും ഉണ്ട്. അപ്പൊ ബസ് വരുന്നത് വരെ കുട്ടികൾക്ക് മഴ നനയാതെ വെയിൽ കൊള്ളാതെ കയറി നിൽക്കാനുള്ള ഒരു സംവിധാനമായി നമ്മുടെ മദ്രസകൾ മാറിയിട്ടുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചിട്ടില്ലെങ്കിലും ശരി. നമ്മുടെ മദ്രസകൾ എന്ന് വെച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്തയുടെ 2 സമസ്തയുടെയും മദ്രസകൾ അക്ഷരം പഠിപ്പിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുട്ടികളെ ആദ്യം അക്ഷരമാണ് പഠിപ്പിക്കുക, പിന്നെ വാക്ക് പഠിപ്പിക്കും, പിന്നെ വാചകം പഠിപ്പിക്കും. അതാണ് പഠനത്തിന്റെ ശരിയായ രീതി. എന്നാൽ കുട്ടിക്ക് നോക്കി വായിക്കാൻ കിട്ടുന്നത് കാണാപ്പാഠം പഠിക്കാനും പറ്റും. പക്ഷേ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫാത്തിഹ ഓതും കുട്ടി, ഖുൽഹു അല്ലാഹു ഓതും കുട്ടി, ഉല്ലാദ് റബ്ബുൽ ഫലഖ് ഓതും കുട്ടി. നിനക്ക് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഖുർആൻ നേരത്തെ പഠിപ്പിക്കുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ പരിസരത്തുണ്ട്. അവിടെയൊക്കെ നമ്മൾ മക്കളെ താല്പര്യപൂർവ്വം കൊണ്ട് ചേർക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം, കുട്ടിക്ക് ഫാത്തിഹ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയും പോലെ ചൊല്ലാനറിയും. പക്ഷെ കുട്ടിക്ക് ഫാത്തിഹയിലെ ഒരു 4ാമത്തെ ആയത്തിൽ വിരൽ വെച്ചിട്ട് ഓദിപ്പിച്ച് നോക്കിയാൽ അറിയും കുട്ടിക്ക് ആ അക്ഷരം തിരിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. നിങ്ങൾ ആരും നിരുത്സാഹപ്പെടുത്തല്ല, ചിന്തിക്കാൻ വേണ്ടി പറയും. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഈ തത്തമ്മേ പൂച്ച പൂച്ച നിരക്കുള്ള ഈ പഠനം കൊടുക്കുകയും അവർക്ക് വാക്കോ അക്ഷരമോ തിരിയാതിരിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ കുട്ടികളെ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ചേർക്കാൻ നിൽക്കുമ്പോൾ കുട്ടി പഠിക്കുന്നത് സ്കൂളിൽ 7 ആയിരിക്കും. പക്ഷെ കുട്ടിക്ക് നമ്മൾ യോഗ്യതാ പരീക്ഷ നടത്തുമ്പോൾ കുട്ടിയെ 3ാം ക്ലാസ്സിൽ ചേർക്കാൻ പോലുള്ള യോഗ്യത കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പോ പിന്നെ നമ്മൾ സ്കൂളും മദ്രസും വളരെ വലിയ വ്യത്യാസം വരുന്ന 4 ചേർക്കും. ഇതൊക്കെ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയണം കേട്ടോ, നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും പറയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഖുർആൻ ചെറുപ്പത്തിലെ പഠിക്കുമെന്ന് ആ പരസ്യവാചകം കേട്ട് മക്കളെ എന്ത് ചെയ്യണ്ട, മദ്രസയിൽ നിന്ന് വിട്ടിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ ചേർത്താൻ ശ്രമിക്കണ്ട. ഇക്കാര്യങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിയെ വിളിച്ചിട്ട് ഓന്റെ പാഠഭാഗങ്ങളൊന്ന് വായിപ്പിച്ചു നോക്കിയാൽ ഈ സംശയം തീരും. അക്ഷരം തിരിഞ്ഞ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. വളരെ ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിൽ നിന്നൊക്കെ അല്ലെങ്കിൽ തുടക്കം മുതലേ 3 വയസ്സ് 4 വയസ്സിലൊക്കെ വിദ്യാഭ്യാസം കൊടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു സംഗതി, നമ്മുടെ പരിസരങ്ങളിലൊക്കെ വിവിധ ആളുകൾ മദ്രസ നടത്തുന്നുണ്ട്. മുജാഹിദുകളും ജമാഅത്തുകളൊക്കെ മദ്രസ നടത്തുന്നുണ്ട്. അവർക്കൊക്കെ പല സൗകര്യങ്ങളുണ്ടാവും. പലപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. അവരെ പെരുമാറ്റം പോയി, ആ ഉസ്താദ്മാരെ പെരുമാറ്റം പോയി നമ്മുടെ പെരുമാറ്റമായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഉയർന്ന പെരുമാറ്റമായിരിക്കും. കുട്ടികളോടൊക്കെ കുറച്ചും കൂടിയൊക്കെ ഇൽഫത്തും സ്നേഹവും ഒക്കെ ഉണ്ടാവും. ബഹളമൊന്നും ഉണ്ടാക്കില്ല, സാവധാനത്തിൽ പറയും. അതൊക്കെ അതിന്റെ പോസിറ്റീവ് കാര്യം തന്നെയാണ്. പക്ഷേ
അങ്ങനെ പഠിച്ചിരുന്ന കുട്ടിക്ക് കഴിഞ്ഞ വർഷം വരെ പാട്ടുപാടിയ കുട്ടിക്ക് കൊല്ലം പാട്ടുണ്ടാവില്ല. അപ്പൊ പഠിപ്പിക്കുന്നിടത്ത് വിദ്യാഭ്യാസം മാത്രമല്ല കിട്ടുന്നത്, കുട്ടിക്ക് വിശ്വാസപരമായ ബിദ്അത്തും കൂടിയാണ് കിട്ടുന്നത്. അപ്പൊ കുട്ടി കഴിഞ്ഞ വർഷം വരെ പാട്ടുപാടുന്ന കുട്ടിയായിരിക്കും, നബിദിനത്തിന് പ്രസംഗിച്ചിരുന്ന കുട്ടിയെക്കാരം ഈ വർഷം കുട്ടിക്ക് നബിദിനം ഉണ്ടാവില്ല, പാട്ടും ഉണ്ടാവില്ല, പ്രസംഗം ഉണ്ടാവില്ല. അതിന് തന്നെ മനസ്സിലാക്കും ഇത് വിദ്യാഭ്യാസം മാത്രമല്ല ഇതിന്റെ ഫോക്കസ് എന്ന് അതിന് തന്നെ തിരിച്ചറിയാൻ പറ്റും. കുട്ടിക്ക് ഉള്ളത് പലതും മുടങ്ങും എന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല, അത് പഠിപ്പിക്കുന്ന രീതി തെറ്റാണ്. തെറ്റാന്ന് വെച്ചാൽ കുട്ടിക്ക് സ്വയം അത് ആർജിക്കാൻ കഴിയുന്നില്ല. ഇനി നമ്മുടെ ഇവിടെ മദ്രസ 7 വരെയുള്ളത്, 7ാം ക്ലാസ് മദ്രസ കഴിയുന്ന ഒരു കുട്ടിക്ക് കിട്ടേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണത്തിന് കഴിയണം, അതുപോലെ നിസ്കാരം തെറ്റില്ലാതെ നിർവഹിക്കാൻ കഴിയണം. ഇത് മാത്രം കുട്ടിക്ക് കിട്ടിയാൽ മതി. ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളൊക്കെ ഈമാൻ കാര്യങ്ങൾ കുട്ടിക്ക് അറിയണം, അല്ലെങ്കിൽ നരകം അവരുടെ വീടാണെന്ന് കുട്ടി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇസ്ലാം കാര്യം ഈമാൻ കാര്യമൊക്കെ കുട്ടിക്ക് അറിയണം. പക്ഷേ സക്കാത്ത് അതിന്റെ ആ ഒരു സമയം വരുമ്പോൾ അതിന്റെ മസാലകൾ കിട്ടാൻ വേറെയും വകുപ്പുണ്ട്. കുട്ടിക്ക് 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതുപോലെ തന്നെ ഹജ്ജിന് കുട്ടി പോകുകയാണെന്ന് വെച്ചാൽ ഹജ്ജ് ക്ലാസ് എമ്പാടും ഉണ്ട്, ഇഷ്ടം പോലെ വിവരങ്ങൾ കിട്ടും. നോമ്പിന്റെ പള്ളിക്കുന്ന അത്യാവശ്യമുള്ളതൊക്കെ പറയും, അല്ലെങ്കിൽ പിന്നെ റബീ കിസ് നടത്തിയാൽ വാഫി ഉസ്താദും പറയും കുറച്ച് കാര്യങ്ങളൊക്കെ. അത്രയ്ക്ക് ശ്രദ്ധിച്ചാൽ നോമ്പ് വലിയ കുഴപ്പമില്ലാതെ കഴിച്ചിലാവും. അള്ളാഹു നമ്മുടെ അമ്മലൊക്കെ സ്വീകരിക്കട്ടെ. അപ്പോ അതിനൊക്കെ പിന്നെയും ചാൻസ് ഉണ്ട്. പക്ഷേ കുട്ടികൾ 7 വരെ പഠിച്ചിട്ട് കുട്ടിക്ക് തെറ്റാതെ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ, കുട്ടിക്ക് നിസ്കാരം അറിയില്ലെങ്കിൽ എന്നാൽ നിങ്ങൾ കുട്ടിനെ വെറുതെ ചെന്നിട്ട് അത്തഹിയാത്ത് നോദിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ കുട്ടിനോട് അത്തഹിയാത്ത് എഴുതി തരാൻ പറഞ്ഞാൽ മതി. കുട്ടിക്ക് അത്തഹിയാത്ത് ശരിയാകുണ്ടോന്ന് അതിന് കിട്ടും. കുട്ടിക്ക് അത്തഹിയാത്ത് ശരിയാതെ കുട്ടിയുടെ നിസ്കാരം ശരിയാവില്ലല്ലോ. വജ്ജഹത്ത് പിന്നെ സുന്നത്താന്ന് വിചാരിക്കുക, പഠിക്കേണ്ടെന്നല്ല, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറദാണല്ലോ അത്തഹിയാത്ത്. അത് കുട്ടിക്ക് ലഭ്യമാകാതെ, കുട്ടിയുടെ മഖ്റജ് ശരിയാവാതെ ആ കുട്ടിയുടെ നിസ്കാരം ശരിയാണില്ല. 1-2 കൊല്ലല്ല ആ കുട്ടി നിസ്കരിക്കണം, അത്രയും കാലം അത് ശരിയാണില്ല എന്നർത്ഥം. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇതിപ്പോ നിങ്ങളെ കുറിച്ചാണോ ഇവിടത്തെ കുറിച്ചാണോ പറഞ്ഞ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. മൊത്തം മദ്രസ സമ്പ്രദായത്തിന് പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം വലിയ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പലതരം കാരണങ്ങളുണ്ട്. അപ്പൊ ഇവിടെ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? 12 വയസ്സുണ്ട്. 12 വയസ്സ് കുട്ടിക്ക് കാര്യങ്ങൾ ചോദ്യം ചെയ്യാനും കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മുടെ കുട്ടിയുടെ മദ്രസ കഴിഞ്ഞു. ഇപ്പൊ അവിടെ സർട്ടിഫിക്കറ്റ് ഇതും ചെയ്യും. 5ാം ക്ലാസ്സിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, 7ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ്. ഈ 2 സർട്ടിഫിക്കറ്റ് കിട്ടിയ കുട്ടിയും രക്ഷിതാവും വിചാരിക്കണം എന്താ, അത്യാവശ്യം ഇൽമൊക്കെ ആയി, ഇനിയിപ്പോ കുട്ടിക്ക് ഫത്വ കൊടുക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണ് ധാരണ. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതുകൊണ്ട് കുട്ടിക്ക് ഒരു ഘട്ടത്തിലെ ഒരു അഭിനന്ദന നിലക്ക് മാത്രമേ അതിനെ കാണാൻ പാടുള്ളൂ. മാത്രല്ല 12 വയസ്സുള്ള കുട്ടിക്ക് ബുദ്ധി ഉറക്കുന്ന സമയത്ത് ആ കുട്ടി മദ്രസ നിർത്തിയാൽ കുട്ടിക്ക് അതിനുശേഷമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് കുട്ടിക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ ഉറക്കാൻ പോകുന്നത്. അപ്പൊ അത് കുട്ടിക്ക് നഷ്ടമാകും എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കണം. മറ്റൊന്ന്, 10ാം ക്ലാസ്സിന്റെ മുമ്പ് തന്നെ കുട്ടികൾ ഇപ്പൊ വിദ്യാഭ്യാസം നിർത്തും. മദ്രസ നമ്മളെ മദ്രസ 7 വരെയുള്ളൂ. 7 കഴിഞ്ഞാൽ പിന്നെ പലരും അത് തയ്യാറാവില്ല. ചിലവരൊക്കെ ഇവിടുന്ന് പഠിച്ച പല കുട്ടികളൊക്കെ കഴിഞ്ഞ വർഷം മേലത്തെ വർഷം ഇവിടെ തന്നെ പഠിക്കാൻ തയ്യാറായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അപ്പൊ സൗകര്യം ഒരുക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം ഉണ്ട്, പക്ഷെ അധ്യാപകൻ സ്പേസ് അങ്ങനെ കുറച്ച് വേറെ കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ശോഷണാവസ്ഥ കൊണ്ടാണ്. പിന്നെ 8 വന്നാൽ സ്വാഭാവികമായിട്ട് 9 വേണം, 9 വന്നാൽ 10 വേണം. അങ്ങനെയുള്ള കുട്ടികളെ തുടർത്തിക്കൊണ്ടുണ്ടത്. അപ്പൊ അക്കാര്യത്തിൽ നമ്മൾ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യും. പക്ഷേ പുറത്തും നമുക്ക് പഠിപ്പിക്കാൻ സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ചെല്ലുന്നെത്താവുന്ന കൊണ്ടാക്കിയാൽ തന്നെ മുതലാവും. എല്ലാ ദിവസവും കുട്ടിയെ മദ്രസയിൽ കൊണ്ടാക്കിയാലും നഷ്ടമൊന്നും വരില്ല. അപ്പോ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് മയ്യത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ പരിപാലനങ്ങളും പഠിപ്പിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. അപ്പോ സ്വന്തം ഉമ്മ മരിച്ചാൽ ഉപ്പ മരിച്ചാൽ ആ മയ്യത്ത് കുളിപ്പിക്കാൻ ആ കുട്ടിക്ക് പറ്റും. പ്രാക്ടിക്കലായി അത് വളരെ വിദഗ്ധമായി പഠിപ്പിച്ചാൽ അത് ഒരു രക്ഷിതാവിനെയോ കുട്ടിയെയോ മദ്രസയിൽ ഒരു ക്ലാസ് വെച്ച് ബോധ്യപ്പെടുത്തിയാൽ, ഒരു 8ാം ക്ലാസ്സിൽ എടുക്കുന്ന ഒരു കുട്ടി ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന ഡെമോ കാണിച്ചാൽ എല്ലാ ആളുകളും എന്ത് ചെയ്യും, ആ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാവും ചെയ്യും. കാരണം എന്താ വെച്ചാൽ മരിച്ചു പോണല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് ആ നിലക്കൊക്കെ കുട്ടികളുടെ പ്രധാനപ്പെട്ട സമയത്ത് നമ്മൾ ഇത് നിർത്തിക്കളയാണ്. നേരത്തെ ഇവിടെ പുരസ്കൃതനായ റസീൻ, ആ പുരസ്കാരം വളരെ തന്മയത്വത്തോടെ ചെയ്യേണ്ടതുണ്ടെന്ന് വളരെ നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്തതിന്റെ കാരണം, റസീന് പുരസ്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ അവിടെ 2ാം തീയതി ഭക്ഷണം കഴിക്കാൻ പോണതാണ്. അവര് പറഞ്ഞത് ട്രോഫി വെക്കാൻ സ്ഥലമല്ലോ ഉസ്താദേ എന്നാണ്. കണ്ടമാനം ട്രോഫി കിട്ടിയിട്ട് വെക്കാൻ സ്ഥലമില്ല. കുറെ എണ്ണം ചാക്കിൽ കയറ്റിയിട്ട് അട്ടത്തിട്ടിക്കണ്, വകുപ്പില്ല, വെക്കാൻ സ്ഥലമില്ല. അതിനൊക്കെ സ്ഥലം വേണല്ലോ. റസീനും തന്നെ ഇത് വാങ്ങി മടുത്തിക്കണ്. റസീന് ഒരു അമ്പമില്ല വാങ്ങാൻ. പക്ഷെ ഞാനത് കൊടുക്കണം, ഇവിടുന്ന് കൊടുക്കണം എന്നൊക്കെ പറയാനുള്ള ഒരു കാരണം റസീന് വേണ്ടിയിട്ടല്ല.
നിങ്ങൾ ഈ കാണുന്ന രക്ഷിതാക്കള് ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ പോണത് എവിടുന്ന 10ാം ക്ലാസ്സിൽ നിന്നാണ്. അതിന് മുമ്പേ ചിലപ്പോ തുടങ്ങും. ട്യൂഷൻ ഉണ്ട്, രണ്ടും പാടെ തലി കയറൂല എന്ന് കുട്ടികൾ പറയും. മതവും ഭൗതികവും പാടെ പഠിക്കാൻ പറ്റൂല എന്ന് കുട്ടികൾ പറയും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളീ കൊടുക്കുന്ന മതഭൗതിക സിലബസ് എന്ന് പറയുന്നത് നമ്മളെ അകത്തെ പള്ളിയിൽ, ഏത് ആവിക്കൽ പള്ളിയിലല്ല, വലിയ പള്ളിയിൽ ഒരു ഈച്ച കയറിയതുപോലെ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരു ഫുട്ബോൾ വെച്ചത് മാത്രം, അത്ര മാത്രമേ ഉള്ളൂ ഈ സിലബസ് മുഴുവൻ കുട്ടി പഠിച്ചാൽ കുട്ടിയുടെ തലയിൽ കയറാൻ അത്രയേ ഉള്ളൂ. നമ്മുടെ തലച്ചോറിന് അത്രയും വലിയ സാധ്യതകളുണ്ട്, അത്രയും വലിയ ബുദ്ധിയും ഓർമ്മയും അള്ളാഹു നമ്മുടെ ഈ കഴുത്തിന്റെ മുകളിലുള്ള കുഞ്ഞിക്കുടുക്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ ഉപ്പാന്റെ ലാംഗ്വേജാണ്. കഴുത്തിന് മുകളിൽ കുഞ്ഞിക്കുടുക്ക് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതിൽ നിറച്ചിന് വ്യത്യാസം ഉണ്ടാവും എന്ന് പറയും. അതിൽ ഈ കുഞ്ഞിക്കുടുക്കിൽ അതിനൊക്കെ കൊള്ളാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ കുട്ടികൾ വെറുതെ പറ്റിക്കാണ്. എന്ത് അല്ല, ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, ട്യൂഷൻ ഉണ്ട്, മറ്റേതുണ്ട്, മദ്രസയിൽ പറ്റൂല എന്ന് പറയും. അത് 7 കഴിഞ്ഞ് ഹൈസ്കൂളിൽ എത്തുമ്പോൾ തന്നെ കുട്ടികൾ പറഞ്ഞു തുടങ്ങും, അതിന് മുമ്പും പറഞ്ഞു തുടങ്ങുന്നുണ്ടാവും. അപ്പൊ രക്ഷിതാക്കളും കുറെ വട്ടം മദ്രസയിൽ പോകാൻ പറഞ്ഞു, പിന്നെ കുട്ടി വാശി പിടിക്കുകയാണെങ്കിൽ തൽക്കാലം എന്നാ പോണ്ട, സ്കൂൾക്ക് പോയാൽ മതി എന്ന് രക്ഷിതാക്കൾ പറഞ്ഞു പോവും. അതാരും കുറ്റല്ല. അപ്പോ കുട്ടിക്ക് അതിനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ ആ കുട്ടീനെ അതിന് തെളിവാണ്. ആ കുട്ടി രണ്ടും പഠിച്ചുകൊണ്ട് കുട്ടിക്ക് ഒരു കുറവും വന്നിട്ടില്ല. കുട്ടി വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ആണ് ഇപ്പൊ പ്രസീൻ മദ്രസയിൽ പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മുടെ പ്രത്യേകിച്ചും ദീന് പഠിക്കുന്ന ആളുകൾ ദുനിയാവ് അതിന്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ, മതം പഠിക്കുമ്പോൾ ഭൗതികം പഠിക്കുന്നവർക്ക് അതൊരു സഹായമാകും. അത് വഹീന്റെ ഇൽമാണല്ലോ, അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണല്ലോ. അത് തലി കയറിയാലും അതിന്റെ ഒരു സപ്പോർട്ട് മറ്റോടത്തും ഉണ്ടാവും. പിന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം വേണമെന്നുള്ള വിചാരമാണ്. പണ്ടൊരു കപ്പിത്താൻ യുദ്ധം തോറ്റു വന്നപ്പോ രാജാവ് ചോദിച്ചു, എന്താ യുദ്ധം തോറ്റെന്ന്. നാവികസേനയുടെ ആള് പറഞ്ഞ്, യുദ്ധം തോറ്റത് 10 കാരണങ്ങളുണ്ട് രാജാവേന്ന്. എത്ര കാരണങ്ങളുണ്ട്? 10 കാരണങ്ങളുണ്ട്. അപ്പൊ രാജാവ് കാരണം പറയാൻ തുടങ്ങിയപ്പോ രാജാവ് ഇയാളോട് പറഞ്ഞ് 10 കാര്യമുണ്ടെന്ന് പറഞ്ഞു. 11ാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് ശരിക്കുള്ള കാരണം. ഈ യുദ്ധം ജയിക്കണമെന്ന് ഈ വിചാരിച്ചിട്ടില്ല. ഈ യുദ്ധം ജയിക്കണമെന്ന് ഈ വിചാരിച്ചില്ല. 11ാമത്തെ കാരണം അതാണ് യുദ്ധം തോൽക്കാനുള്ള കാരണം. നമ്മളിപ്പോ സാധാരണ പറയലോ, നായയുടെ വാല് 12,000 കൊല്ലം കുഴലിട്ടാലും നീരൂല എന്ന് പറയില്ലേ. എന്താ കാരണം? ഇതൊന്നും നീർത്തിയെടുക്കണമെന്ന് പട്ടിക്ക് തോന്നിയിട്ടില്ല. അതന്നെ കാരണം. അങ്ങനെ ഒരു കാരണം ഉണ്ടല്ലോ, ഇതൊന്നും നീർത്തിയെടുക്കണമെന്ന് പട്ടിക്ക് തോന്നണല്ലോ. ലാ യുഗയ്യിറുല്ലാഹു ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ജനത സ്വയം മാറാതെ അള്ളാഹു അവരെ മാറ്റുകയില്ല. അപ്പൊ വേണം എന്നുള്ള തോന്നുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, വേണമെങ്കിൽ ചക്ക വേലും കഴിക്കും. അങ്ങനെ കഴിക്കണ 2-3 പ്ലാവുകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും, വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ വേണമെന്ന് വിചാരിച്ചതൊക്കെ നടക്കും. ആ വിചാരം ആദ്യം വേണം, കുട്ടിക്കും വേണം, രക്ഷിതാവിനും വേണം. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനോ, പോകാൻ നേരത്ത് അയാൾ കുറെ സാധുപദേശം, ഇയാൾ 2 കൊല്ലം എന്ത് ഇതുണ്ടാക്കിയത് എന്ന് ചോദിക്കരുത്. ഞാന് പരമാവധി എന്നെ കൊണ്ടാവണത് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് ഒന്നും ഇവിടെ ചെയ്തില്ല എന്നോ കുട്ടികളോ ബാക്കിയുള്ള ആളുകളോ മോശക്കാരാണെന്നോ പറയാനോ അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. എന്റെ കൽബ് കരഞ്ഞിട്ട് ഞാനിത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന ഒരു സങ്കടം എനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈകി എന്ന് ഏറെ അറിഞ്ഞിട്ടും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈകിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ റിനാസിന് പുരസ്കാരം കൊടുത്തത് റിനാസിന് എന്തെങ്കിലും അഭിമാനമോ രക്ഷിതാക്കൾക്ക് സന്തോഷം ഉണ്ടാവാനല്ല, അത് ബാക്കിയുള്ളവർക്ക് ഒരു പാഠം കിട്ടാനാണ്. നേരത്തെ സെക്രട്ടറി ബഷീർക്ക് അത് സൂചിപ്പിച്ചു. അത് ഇവിടെ ഉള്ള ആളുകളെ കണ്ണു തുറക്കാനാണ്. നിങ്ങൾക്ക് ഇത് കണ്ണിറയെ കാണാനാണ്. ഈ പറഞ്ഞ സംഗതി വേണമെങ്കിൽ നടക്കുമെന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ വേണമെങ്കിൽ നടക്കും. ഒന്ന് മറ്റൊന്നിനെ തടസ്സാകൂല, ഒന്ന് മറ്റൊന്നിനെ തോൽപ്പിക്കൂല. പ്രത്യേകിച്ച് ഇൽമ പഠിക്കുന്ന ആളുകൾക്ക് വഹീന്റെ ഇൽമായതുകൊണ്ട് ഭൗതിക പഠനം എളുപ്പമാവുകയാണ് ചെയ്യാം. അത് ആ നിലക്കൊക്കെയുള്ള ശ്രമങ്ങൾ കാര്യമായിട്ട് നടത്തണം. കുട്ടികളെ 7 കഴിഞ്ഞോ 10 കഴിഞ്ഞോ വലിയ ഉന്നത കലാലയങ്ങളിൽ പഠിപ്പിക്കാൻ പറ്റുന്നവർ പഠിപ്പിക്കണം. ചെന്ന് ആക്കി ഹോസ്റ്റലിൽ വെച്ച് നിർത്തി പഠിപ്പിക്കണം. കാരണം എന്താ വെച്ചാൽ കുട്ടികളെ ഒറ്റ കുട്ടി നാട്ടിൽ നന്നായാൽ ആ നാട് നന്നാവും. തറാവീഹിന് ഒരു ഇമാമിനെ കിട്ടായിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ നിസ്കരിക്കാത്തത്. ഒരു ഇമാമ് നമുക്ക് നിൽക്കാൻ പറ്റിയ ഒരാളെ കിട്ടായിട്ടാണല്ലോ നമുക്ക് നിസ്കാരം മുടങ്ങിപ്പോടുന്നത്. ഒരു പെൺകുട്ടി ഒരു നാട്ടിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി നിന്നാൽ ആ നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ നിസ്സങ്കോചം അതിൽ പങ്കെടുക്കാം. എവിടെ വെച്ച് നടത്തിയാലും അതിന്റെ ഒരു അതിർവരമ്പുകൾ പാലിച്ച് നടത്തിയാൽ വീടുകളിലോ മറ്റൊക്കെ വളരെ സുഖകരമായി നടക്കും. അങ്ങനെ ചെയ്യുന്ന എത്രയോ പെൺകുട്ടികൾ ഇപ്പൊ ഉണ്ട്. അതൊക്കെ പഠിപ്പിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. അവിടേക്കൊക്കെ പറ്റിയ മക്കളെ പറഞ്ഞേക്കാം.
പറ്റിയ മക്കളെ പറഞ്ഞേക്കണം. എല്ലാ മക്കളെയും പറ്റൂല. പറ്റിയ മക്കൾ, എല്ലാ മക്കളെയും എല്ലാവരും ഒക്കെ പറ്റും, ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് പറ്റും. പക്ഷെ ഈ പ്രൊഫഷനിലേക്ക് അതിനെ എത്തിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ മദ്രസ പല നിലക്കും നല്ല മദ്രസയാണ്. എന്ന് വെച്ചാൽ കുറഞ്ഞ കുട്ടികളുള്ളൂ, 48 കുട്ടികളുള്ളൂ. അത് ഏകദേശം 33 വീടിൽ നിന്നാണ് 48 കുട്ടികൾ വരുന്നത്. 25 ആൺകുട്ടികളും 23 പെൺകുട്ടികളും ഉള്ളൂ. അതില് അവരെ ഒറ്റയ്ക്ക് ശ്രദ്ധിക്കാനും എല്ലാവരോടും ചോദ്യം ചോദിക്കാനും എല്ലാവരും ഖുർആൻ ഓതിപ്പിക്കാനൊക്കെ സമയം കിട്ടും. കാരണം 2, 3, 4, 5 കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് നമുക്ക് കിട്ടുന്ന സമയം 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ്. അപ്പൊ നേരത്തെ കൃത്യസമയത്ത് വരികയും കുട്ടിയുടെ കയ്യിൽ ആവശ്യമായ പഠനോപകരണമൊക്കെ ഉണ്ടാവുകയും ചെയ്താൽ ഒരു നിലക്ക് ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ മദ്രസയാണ് നമ്മുടെ മദ്രസ. അത് 10, 20 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ നടക്കൂല. അതുകൊണ്ട് നമ്മളിപ്പോ ചെറിയ മദ്രസയാണ്, ഇവിടെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്താ, ഇവിടെ പഠിപ്പിച്ച ഉസ്താദുമാരിപ്പോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. അതിന്റെ ഒന്നും പേരിൽ മദ്രസ മാറ്റാനോ ദൂരത്തേക്ക് ചേർക്കാനോ ശ്രമിക്കേണ്ടതില്ല. ഞാൻ ശ്രമിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ ആ നിലക്കൊക്കെ വളരെ സുഖകരമായ മദ്രസയാണ്. അതുകൊണ്ട് വ്യക്തിയെ ശ്രദ്ധിക്കാൻ, കുട്ടിയെ ശ്രദ്ധിക്കാനൊക്കെ ഉസ്താദുമാർക്ക് പറ്റുന്ന മദ്രസയാണ്. അതുകൊണ്ട് ആ അനുഗ്രഹമായ ആ അവസ്ഥ നമ്മൾ മുതലാക്കണം എന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്. നിസ്കാരം, ഖുർആൻ പാരായണം ശരിയായിക്കണമെന്ന് പരിശോധിക്കുകയും അതിന് എക്സ്ട്രാ എന്തെങ്കിലും കോച്ചിങ് നടത്തേണ്ടതുണ്ടെങ്കിൽ നടത്തുകയും വേണം. ഇപ്പോ 12ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കും രണ്ടാമത്തെ ഞായറാഴ്ച, ഓരോ മാസത്തിലെയും രണ്ടാമത്തെ ഞായറാഴ്ച ഖുർആൻ ഡേ ആണ്. അന്ന് 1ാം ക്ലാസ് അല്ലാത്ത മുഴുവൻ ക്ലാസ്സിനും ഖുർആൻ മാത്രമാണ് എടുക്കുന്നത്. കാരണം എന്താ, 7 വരെ ഖുർആൻ പഠിച്ച് ഖുർആൻ 2 തവണ മുഴുവനായി പാരായണം ചെയ്ത് നിയമാനുസരണം പാരായണം ചെയ്ത് കേട്ട കുട്ടിക്കും നിയമങ്ങളിൽ പ്രശ്നമുണ്ട്, കുട്ടി മറന്നു പോകുന്നുണ്ട്, കുട്ടിക്ക് അത് പൂർത്തിയായിട്ടില്ലാത്തത് കൊണ്ട് 8ലും 9ലും 10ലും 11ലും 12ലും ഈ 5 ക്ലാസ്സിൽ മുസഹഫ് ഇല്ല. എന്നിട്ട് അവർക്ക് എക്സ്ട്രാ ദിവസം വെച്ച് എല്ലാ കുട്ടികൾക്കും ഇത് പഠിപ്പിക്കണം. അത് നമുക്ക് പല പരിമിതികളുണ്ട്. ചില ദിവസങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും, ചില ദിവസം നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇതാവുന്നില്ല. അപ്പൊ അത് ആക്കി എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇനിയിപ്പോ സിലബസ് അടുത്ത വർഷം പുസ്തകങ്ങളൊക്കെ മാറും, സിലബസിലൊക്കെ കാര്യമായ പരിഷ്കരണം വരുത്തണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുട്ടികൾക്ക് കുറഞ്ഞ സമയം, ഇനിയിപ്പോ സ്കൂൾ വിദ്യാഭ്യാസം ചുരുക്കിയത് കൂട്ടാൻ നമുക്ക് സമയം കിട്ടൂല. അപ്പൊ കുട്ടികൾക്ക് അടിസ്ഥാനപരമായി പഠിയേണ്ടത് പഠിപ്പിക്കണം. വേണ്ടാത്ത കുറെ കുട്ടികൾ എന്ന് വെച്ചാൽ അനാവശ്യവും അപ്രസക്തവുമായത് കുറെ കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ നിരക്കുള്ള ചർച്ചകളുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ഒരു സംവിധാനം നിലക്ക് അതിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് സഹകരിക്കുക, മക്കളെ പരമാവധി പഠിപ്പിക്കുക. കൊറോണ വരും, വയനാട് ദുരന്തം വരും, അതുപോലെ നിപ്പ വരും, അതുപോലെ പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ലോകത്തുണ്ടാവും. അതൊന്നും തീരൂല. പക്ഷെ മക്കളെ വിദ്യാഭ്യാസം എന്തിന്റെങ്കിലും പേരിൽ മുടങ്ങിയാൽ അത് മുടങ്ങും, അത് അവിടെ നിൽക്കും, പിന്നെ അത് തുടരാൻ കഴിയില്ല. ഒരു കാരണവശാലും മക്കളുടെ വിദ്യാഭ്യാസം മുടക്കരുത്. കുട്ടികള് സ്കൂളിലും മദ്രസിലും ഒരുപോലെ പഠിക്കണം. ചില പണ്ടത്തെ ഉസ്താദുമാരൊക്കെ കുട്ടിക്ക് രാവിലെ വയറുവേന, മദ്രസ വന്നിട്ടില്ല, സ്കൂൾക്ക് പോയിക്കണു, വയറുവേന മാറി എന്ന് പറയുമ്പോൾ കുട്ടീനെ കളിയാക്കാറുണ്ട്. സ്കൂൾക്ക് പോകാൻ നേരത്തെ എന്റെ വയറുവേന മാറിയില്ലെന്ന്. നമ്മൾ നേരെ തിരിച്ചാ ചിന്തിക്കണേ. കുട്ടിക്ക് രാവിലെ വയറുവേന ഉണ്ടായിരുന്നു, പക്ഷെ സ്കൂളിൽ പോകാൻ നേരത്തെ കുട്ടിയുടെ വയറുവേന മാറി, കുട്ടി സ്കൂളിൽ പോട്ടെ. നേരത്തെ റസീനെ പറ്റി പറഞ്ഞ പോലെ 10A+ സ്കൂളിൽ നിന്ന് വാങ്ങാൻ പറ്റിച്ചത് വാങ്ങണം, 11 വാങ്ങണ്ടെങ്കിൽ 11 വാങ്ങണം. അതേപോലെ ടോപ്പ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു സാധനം മദ്രസിലുണ്ട്. 47, 48, 49 മാർക്ക് കിട്ടിയ ആളുകൾക്ക് എല്ലാ വിഷയത്തിലും അതും വാങ്ങണം. 2 നിലക്കും പഠിക്കണം. 2 നിലക്കും പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാണ്. ഒന്ന് തഴഞ്ഞിട്ട് ഒന്ന് നേടില്ല. ജീവിക്കാൻ ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം നേടണം. അള്ളാന്റെ കോടതിയിൽ ജയിക്കാൻ ആവശ്യമായ ഖബറിൽ ചോദ്യമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള മദ്രസ വിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കണം. ഇതൊക്കെ ഞാൻ ഈ അവസാന ഘട്ടത്തിൽ ചുരുക്കി പറയാണ്. വ്യക്തിപരമായി നിങ്ങൾക്കൊക്കെ ഇതിൽ കുട്ടികളെ എവിടെ പഠിപ്പിക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതിന് കുട്ടികളുമായ വിദ്യാഭ്യാസം ഒരു ആലോചന നമുക്ക് ഉണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. മക്കളുടെ വിദ്യാഭ്യാസം ഒരു കാരണവശാലും നിഷേധിക്കരുത്. ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞു, മദ്രസയിലെ ഉസ്താദ് ഭയങ്കര സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ നാളെ മുതൽ മദ്രസക്ക് പോകണ്ട എന്ന് ചിലപ്പോൾ തീരുമാനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയും ചെയ്യരുത്. അപ്പൊ അത് തിരുത്തണ്ടെങ്കിൽ തിരുത്തിട്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഇവിടെ തന്നെ കിട്ടണം. ഉസ്താദിനെ നമുക്ക് മാറ്റാം, പക്ഷെ കുട്ടിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ വന്നിട്ട് കുട്ടികൾ പറയുന്ന ഞാൻ ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യരുത്, അന്ന ശരി നീ പോണ്ടെന്ന് പറയരുത്. നേരെ മറിച്ച് അവിടെ തിരുത്താൽ അത് തിരുത്തിയിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് തന്നെ പോകണം. അതുകൊണ്ട് കുട്ടികൾക്ക് കിട്ടാനുള്ളത് ഇവിടുന്നേ കിട്ടുള്ളൂ. അതുകൊണ്ട് അത് കിട്ടണം, അത് കുട്ടിയുടെ അവകാശമാണ്. അത് ഒരാള് കാരണവശാലും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ആരും സമ്മതിക്കാനും പറ്റില്ല. അപ്പൊ ആ നിലക്കൊക്കെ അതിനെ ശ്രദ്ധിക്കണം. ഇപ്പോ മൊത്തത്തിൽ രക്ഷിതാക്കളുള്ളത് പറഞ്ഞാൽ ഈ രക്ഷിതാക്കളെ ഇനി കാണാൻ സാധ്യതയില്ലാത്തോണ്ട് പറയുന്നത് ഇവിടുത്തെ ഈ 2 വർഷത്തിനിടയിൽ ഇവിടെ
കണ്ടിരുന്ന ഫ്രെയിം വർക്ക് ഈ ചട്ടക്കൂടൊന്ന് നേരാക്കാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ഫോൺ വിളിച്ചിട്ടുണ്ട്. അതിൽ പ്രായമുള്ള രക്ഷിതാക്കളും ചെറിയ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. ഞാൻ ഒരു അധ്യാപകന് പറയാവുന്നതിന്റെ ലിമിറ്റ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ലോണം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ആളുകളോടൊക്കെ പിന്നെ എനിക്ക് സങ്കടവും തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോ ഒരു കുട്ടി രക്ഷിതാവിനെ അനിശമായി ചീത്ത പറഞ്ഞ് കുട്ടി ലീവിന്റെ ശ്രദ്ധിക്കാത്തത്, പിന്നെ ആ രക്ഷിതാവിന്റെ വീട്ടില് കുടിയിരിക്കലിന് ചെന്നപ്പോ ആ രക്ഷിതാവിന്റെ ഉമ്മ പ്രസവത്തിൽ മരിച്ച്, ഉപ്പ 2.5 വയസ്സിന് മരിച്ചു. അങ്ങനെ ഒരു വാർത്ത കേട്ടു. എനിക്ക് ആ സഹോദരിയോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിഷമം വന്നു. എനിക്കന്ന് സങ്കടം വന്നുപോയി. ഞാൻ അവരോട് പറഞ്ഞു മാപ്പാക്കണം. കാരണം അവരെത്ര പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അതൊക്കെ പാടെ നോക്കാൻ കഴിയില്ല. അത് നോക്കുന്നത് ശരിയല്ല. പക്ഷെ മൊത്തത്തിൽ നമ്മൾ മനുഷ്യനാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയാവുന്ന ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ട ആളുകൾ ഈ കൂടുതലുണ്ടാവും. അത് നിങ്ങളുടെ മക്കളോ നിങ്ങളോ എനിക്ക് പൂർവ്വ പരിചയമില്ല, നിങ്ങളോട് എനിക്ക് സ്നേഹമില്ല, നിങ്ങൾ വിശ്വസിച്ചോളിയും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെ കാണുന്നത് 2 കൊല്ലം മുമ്പാണ്. മക്കളുടെ വിദ്യാഭ്യാസം നന്നാവുക എന്ന ലക്ഷ്യത്തോടെ അല്ലാതെ വല്ലാഹി അല്ലാഹുമ്മ അഷ്ഹദ് വല്ലാഹി ഒരക്ഷരം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് എന്തെങ്കിലും തിരുത്താണെങ്കിൽ തിരുത്താൻ ഒരു മടിയില്ല. ഇവിടുന്ന് തിരുത്തപ്പെടാതെ പിന്നെ അവിടെ പോയി തിരുത്തനേക്കായി നല്ലത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യണം.